ഞാൻ ഏതാണ്ട് ഒരു 34 വർഷം കൊണ്ട് മാജിക് ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ്. ഉം. കൂടുതലും കുട്ടികളുടെ രംഗത്ത് അവർക്കൊരു അവയർനെസ് കൊടുക്കുക, ബോധവൽക്കരണം കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് നന്നായിട്ട് വിക്ക് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ. അന്ന് ആ കാലഘട്ടം എല്ലാ വീട്ടിലും ഫോണില്ല. ഞങ്ങളുടെ പരിസരത്ത് ഞങ്ങളുടെ വീട്ടിലാണ് ഫോണുള്ളത്. ഉം. ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഹലോ എന്ന് പറയാൻ പറ്റാതെ ഒരു റൂമിൽ പോയിരുന്ന് കരഞ്ഞിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് തുടക്കം. അതെ, അവിടെ നിന്നാണ് തുടക്കം എന്ന് പറയുന്നത്. കാരണം എൻ്റെ ഒരു അടുത്ത ബന്ധു, എൻ്റെ വാപ്പയുടെ ഒരു കുട്ടിയമ്മയുടെ മകൻ, ഉം. അദ്ദേഹം മിലിറ്ററിയിലായിരുന്നു. PC സർക്കാർ സീനിയർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു മജീഷ്യൻ അന്ന് മിലിറ്ററി ക്യാമ്പിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് കണ്ടിട്ട് ഇദ്ദേഹം VRS എടുത്ത് അദ്ദേഹത്തിന്റെ കീഴിൽ പോയി മാജിക് പഠിച്ചാണ്. ഓ. അപ്പൊ എൻ്റെ കുട്ടിക്കാലത്ത് ഇദ്ദേഹം നാട്ടിൽ വരുമ്പം എൻ്റെ വീട്ടിലാണ്. ഉം. ഒരു ട്രങ്ക് പെട്ടി കൊണ്ടാണ് ഇദ്ദേഹം വരുന്നത്. ഓക്കെ. ഇദ്ദേഹത്തിന്റെ കുറെ മാജിക് ഉപകരണങ്ങളുണ്ട്. ഈ സാധനം ഇദ്ദേഹം പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോകും. ഉം. അപ്പൊ ഞാൻ ഇതിലാണ് തുടങ്ങുന്നത്. ഈ ആളാണ് ഇൻസ്പിറേഷൻ. അതെ, ഓക്കെ. 100%. അദ്ദേഹത്തിന്റെ പേര് അസീസ് എന്നാണ്. അസീസ്. സ്റ്റേജ് നെയിം സാം നാം സീറോ എന്നാണ് അദ്ദേഹത്തിന്റെ സ്റ്റേജ് നെയിം എന്ന് പറയുന്നത്. ഓക്കെ. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ പഴയ ആൾക്കാർക്കൊക്കെ, ഞങ്ങളുടെ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, ഇദ്ദേഹം നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് സെറ്റിൽ ചെയ്തിരുന്നത്. ഓക്കെ. മാജിക്കിനകത്ത് ആളിനെ മുറിക്കുന്ന, അതായത് യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആളിനെ മുറിക്കുന്ന ഒരു കാലഘട്ടം വന്ന സമയത്ത് ഉം. ഇദ്ദേഹത്തിൽ നിന്ന് ഒരു പെൺകുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. ഓ. ആ കാലഘട്ടത്തിൽ ഓക്കെ. അന്ന് അദ്ദേഹത്തിന്റെ കുടുംബവസ്തു വിറ്റ ക്യാഷും കൊണ്ടൊക്കെ അവിടെ പോയി അദ്ദേഹത്തെ ആ കേസിൽ നിന്നൊക്കെ ഒരുവിധം കാരണം ബന്ധുക്കൾക്കൊക്കെ വേണമെന്ന പൈസയൊക്കെ കൊടുത്ത് കൊണ്ടുപോയി വന്നത് എൻ്റെ വേറൊരു മൂത്താപ്പയാണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നുള്ള ഇൻസ്പിറേഷനാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എത്താനുള്ള കാരണം എന്ന് പറയുന്നത്.